മഞ്ചേശ്വരം കുണ്ടുകൊളക്കെ ബീച്ചിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നത് ആശങ്കയുയർത്തുന്നു. അവധിയാഘോഷങ്ങൾക്കായി ദിനംപ്രതി നൂറുകണക്കിനു പേരാണ് ഇവിടെ എത്തുന്നത്. എന്നാൽ മതിയായ സുരക്ഷാ സംവിധാനമില്ലാത്തതും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും ഇവിടെ എത്തുന്നവർക്ക് വലിയ രീതിയിൽ വെല്ലുവിളിയാകുകയാണ്. ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ, അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾഡ് കിങ് ഉണ്ട്. ഗോൾഡ് കിങ്, ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. മെയിൻ ജംഗ്ഷൻ, ഉപ്പള. മഞ്ചേശ്വരത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് കുണ്ടുകൊളക്കെ ബീച്ച്. മനോഹരമായ ഈ ബീച്ചിൽ സായാഹ്നം ചിലവഴിക്കുവാനായി ദിനംപ്രതി നൂറുകണക്കിന് പേരാണ് എത്തുന്നത്. മഞ്ചേശ്വരം താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കർണാടക അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നുമെല്ലാം അവധി ആഘോഷങ്ങൾക്കും മറ്റുമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തുന്നു. ഇത്തരത്തിൽ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിയിട്ടും മതിയായ സുരക്ഷാ സംവിധാനമോ അടിസ്ഥാന സൗകര്യങ്ങളോ ഈ ബീച്ചിലില്ല. ഇത് കാരണം ഇവിടെ അപകടങ്ങൾ തുടർക്കഥയാകുന്നുവെന്ന പരാതിയും ശക്തമാണ്. കഴിഞ്ഞ ദിവസം 18-കാരനെ തിരമാലകളിൽപ്പെട്ട് കാണാതായതും മരണം സംഭവിച്ചതും ഈ പരാതിയെ ശരിവയ്ക്കുന്നതാണ്. കുടുംബത്തോടൊപ്പം ബീച്ചിലെത്തിയ മഞ്ചേശ്വരം ചൗക്കിയിലെ ഉമറുൽ ഫാറൂഖിൻ്റെ മകൻ മുഹമ്മദ് സൈനുൽ ആബിദിനെയാണ് തിരമാലയിൽപ്പെട്ട് കടലിൽ കാണാതായത്. ബുധനാഴ്ച വൈകിട്ടാണ് ഇവർ ബീച്ചിലെത്തിയത്. തിരച്ചിലിനൊടുവിൽ വ്യാഴാഴ്ച വൈകിട്ട് ഹൊസബെട്ടു മത്സ്യബന്ധന തുറമുഖത്തിന് സമീപത്തു നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. വൈകുന്നേരങ്ങളിൽ ഈ ബീച്ചിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അവധിക്കാലങ്ങളിൽ ബീച്ച് ഫെസ്റ്റ് ഉൾപ്പെടെ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ബീച്ചിൽ കളിക്കുന്നതിനിടെ ഒരു കുട്ടി തിരമാലയിൽപ്പെട്ടിരുന്നു. രക്ഷിക്കുവാനിറങ്ങിയ മാതാവും അപകടത്തിൽപ്പെടുകയുണ്ടായി. ആൾക്കാർ നോക്കി നിൽക്കെ നാട്ടുകാരനായ ഒരു യുവാവ് കടലിലിറങ്ങി രണ്ടുപേരെയും രക്ഷിക്കുകയായിരുന്നു. ഒരു വർഷം മുൻപ് കടലിൽ കുളിക്കുവാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചിരുന്നു. ആഘോഷങ്ങൾക്കായി എത്തുന്നവർ കുട്ടികളടക്കം അശ്രദ്ധമായി കടലിലിറങ്ങി കുളിക്കുന്നത് പതിവാണ്. എന്നാൽ ഇവരെ നിയന്ത്രിക്കുവാനോ നിർദ്ദേശങ്ങൾ നൽകുവാനോ സംവിധാനമില്ല. വലിയ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് അധികൃതരുടെ ഇടപെടലുണ്ടാകുന്നത്. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ ഉൾക്കൊള്ളിച്ച് കടൽ സുരക്ഷാ സ്ക്വാഡ് രൂപവൽക്കരിച്ചിട്ടുണ്ട്. ഇവർക്ക് പരിശീലനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റുകളും ലൈസൻസും നൽകിയിട്ടുണ്ടെങ്കിലും നിലവിൽ മത്സ്യബന്ധന മേഖലയിൽ മാത്രമാണ് ഇവരുടെ സേവനം ലഭ്യമാക്കിയിട്ടുള്ളത്. ആൾത്തിരക്കേറുന്ന ബീച്ചിലുൾപ്പെടെ പരിശീലനം ലഭിച്ച ഗാർഡുകളെ നിയമിക്കണമെന്നാണ് വിനോദസഞ്ചാരത്തിനായി എത്തുന്നവരുടെയും നാട്ടുകാരുടെയും ആവശ്യം. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.